അമ്മയുടെ എഴുത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന് അപ്പ പറയണതാണ് കേട്ടോ. നമ്മുടെ കലാപരിപാടി തുടങ്ങാം. ഇത് എഴുതി വെക്കണ എന്നാന്നോ? അപ്പൊ മുണ്ട് 2 മിനിറ്റ്. വീട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊടുത്തയച്ചാ നോക്കിയേ. മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചാ വെയിറ്റ് ഉണ്ട്, ആവി വന്നില്ല. കപ്പയ്ക്കും മധുരക്കിഴങ്ങിനും ചേമ്പിനും എല്ലാം നല്ലതാ. ആവി പറക്കണം. ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ അന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ പിന്നെ നമ്മൾ മരണം ഇരുന്നതാണ്. കാരണം 7 മാസത്തോളമായി കട്ടിലിൽ തന്നെ ഫുൾ കിടപ്പായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴ പെയ്ത് നനഞ്ഞ് തണുത്തുറഞ്ഞ ഒരു സുപ്രഭാതമാണ് കേട്ടോ ഇന്ന്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇതുപോലുള്ള സുപ്രഭാതങ്ങളാണ്. നല്ല മഴയാട്ടോ. നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ തോരാ മഴയാണ്? കർക്കിടക വാവിൻ്റെ ആ സമയത്തൊക്കെ എന്ത് മഴയായിരുന്നു എന്നറിയോ. പക്ഷേ നല്ലൊരു ഫീലാണ് കേട്ടോ. രാത്രിയൊക്കെ ഉറങ്ങാനാണെങ്കിലും ഫാനൊന്നും ഇടണ്ട, മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ്. വെറുതെ ഒരു കരിയില കണ്ടാൽ തന്നെ അതിനെന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നും. ദേ ഈ ചിത്രം തന്നെ കണ്ടോ, പാഷൻ ഫ്രൂട്ട് മഴയത്തിങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് തന്നെ അതിമനോഹാരിത എനിക്ക് തോന്നി കേട്ടോ. കണ്ടോ, ഇതിനൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ. ഇന്ന് പച്ചക്കറികളുണ്ടോ? പച്ചക്കറിയില്ല. അപ്പ എഴുതിക്കോളൂ. അല്ല, എഴുതണ ഞാൻ അപ്പ പുതിയ ബുക്ക് എടുക്കുമ്പോഴേ അതിന്റെ ഡേറ്റ് കുറിക്കാൻ കൊടുത്തതാ. ചുമപ്പിൽ കുറിക്കാതല്ലേ നല്ലത്. ഡേറ്റ് അപ്പയാണോ കുറിക്കണം? അതെന്നാ, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, അപ്പൊ വൃത്തിയായിട്ടത് എഴുതും. സ്റ്റാർട്ടിങ് എൻഡിങ് ഇന്ന് 26. ഓ, ഡേറ്റ് കുറിക്കുന്നതിൽ പ്രത്യേകത ഉണ്ട്. ഒരു ഡേറ്റിൽ ഒരു പേജല്ലേ ഉള്ളൂ? അങ്ങനെയല്ല, പുതിയ ബുക്ക് തുടങ്ങുമ്പോ ബാക്കി ഡേറ്റ് ഒക്കെ ഞാൻ എഴുതണേ എന്ന് തുടങ്ങിയെന്നറിയാൻ. അപ്പൊ മറ്റേ ബുക്കിൽ എൻഡ് ചെയ്തത് ആ ബുക്കിലും നോട്ട് ചെയ്ത് വെക്കും. ഓ, ഭയങ്കരം തന്നെ. ഇതൊക്കെ അപ്പയുടെ പരിപാടിയാ. എന്റെ ഒന്നുമില്ലാതെ ബാക്കി എഴുതണതൊക്കെ അമ്മ. ബാക്കി അതായത് ഡേറ്റ് ഇട്ടേച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാനങ്ങ് എഴുതും. ഞാനിതൊക്കെ എഴുതണത് മൊബൈലിലാ. അതെനിക്കറിയാം. ചിലപ്പോ അപ്പന്റെ ഷർട്ടിന്റെ സൈസ് വരെ ചോദിച്ച് എഴുതാറില്ലേ? അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ അപ്പഴ മുണ്ട് 2 മിനിറ്റ് സേവ് ചെയ്ത് വെച്ചേക്കുവാന്ന്. അത് പിന്നെ നൈറ്റിയുടെ 3.4 3.5 44 ഇഞ്ച് 36 ഇഞ്ചിന്റെ എന്നോട് ഇന്നാള് പറഞ്ഞതാ. അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് എഴുതണ്ട, കാരണം കുറച്ചു പാലുണ്ട്. കറണ്ട് എപ്പോഴാ വന്നേന്നറിയില്ലല്ലോ. അപ്പം എഴുതാനുള്ളത് മത്തങ്ങ. മത്തങ്ങ അമ്മയുടെ എഴുത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന് അപ്പ പറയണതാണ് കേട്ടോ. അപ്പയ്ക്ക് ഭയങ്കര പാടാ വായിച്ചെടുക്കാൻ. അപ്പയ്ക്ക് വായിക്കാൻ പറ്റില്ല. പാല് ഉണ്ടായിരുന്നു, പക്ഷെ നടക്കൂലെന്ന്. പിന്നെ നോക്കട്ടെ, ചപ്പാത്തി കറിയുണ്ടല്ലോ, ചപ്പാത്തി എല്ലാം എഴുതി സെറ്റാക്കിയോ? മധുരക്കിഴങ്ങ് ഞാൻ എഴുതി, ഓഫറുള്ളതുകൊണ്ട് പപ്പായ എഴുതി കേട്ടോ. അതെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കലാപരിപാടി തുടങ്ങാം. ഇത് എഴുതി വെക്കണ എന്നാന്നോ, നമ്മള് ചിലപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പൊ പോവും. അപ്പൊ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. പാല് നാളെ എടുത്താൽ മതി. കറണ്ട് രാവിലെ മുതൽ പോയേക്കുവാണ്. കാറ്റ് ഭയങ്കരമായിരുന്നില്ല. ദേ എല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുക. ഞാൻ എഴുതിയതല്ല, 28/12/24 ഈ ബുക്ക് തുടങ്ങിയത്. എന്റെ എഴുത്ത് കണ്ടാ അറിയാലോ. 25 അപ്പയുടെ ഹാൻഡ് റൈറ്റിംഗും കണ്ടോട്ടോ. ഇതാണ് തുടങ്ങിയത്. 28/12/24 ടു 26/7/25. കോട്ടിട്ടാണോ പോയേ? മഴ ചാറണേ ഉള്ളൂ. ഇത് കുറേ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പൈനാപ്പിൾ ഉണ്ടോ? വീട്ടിൽ നിന്നാ? അവിടെ ഉണ്ടായതാണോ? പൈനാപ്പിള്, കടച്ചക്ക, 2 പൈനാപ്പിൾ ഉണ്ട്. കൊള്ളായതായാലും നല്ല സാധനമാണ്. കടച്ചക്ക എനിക്കിഷ്ടമാണ്. വീട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊടുത്തയച്ചാ നോക്കിയേ. കടച്ചക്ക മാത്രല്ല ഉള്ളേ, അതൊന്നും അല്ല. ഇതുവരെ തരാത്ത സാധനം അവിടെ ഉണ്ടായതായിരിക്കും. കടച്ചക്കയും പൈനാപ്പിളും കാണിച്ചോ? പിന്നില്ലേ. പോട്ടെ,
വേറെ പരിപാടിയുണ്ട്. ഇത്രയും മഴ പെയ്ത് തണുത്ത് ഇങ്ങനെ വിറച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടുള്ളതൊന്ന് കഴിക്കണ്ടേ. അപ്പോൾ മിക്ക ദിവസവും ഇപ്പോൾ ചൂടുള്ളത് എന്താ കഴിക്കണ്ടേന്ന് തപ്പി നടക്കലാണ് പണി. അപ്പോൾ ഇന്ന് വൈകിട്ട് എന്താ കഴിക്കാൻ പോണേന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മഴയുടെ എല്ലാ തണുപ്പും ബാക്കി നിൽക്കെ ഞങ്ങൾ ഒരു ചൂടിന് ശ്രമിക്കുകയാണ്. എന്താണ് ആ ചൂട്? കാണിക്കാം. ഇപ്പൊ വരും നല്ല ചൂടാവി പറക്കണ ചൂടിൽ. ഊറ്റാനായിട്ടേ ചെരുവെടുത്ത് വെക്കട്ടെ, വെള്ളം ഊറ്റാൻ. മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചാ പുറത്ത് പോയപ്പോൾ അടിയിലെ ഗ്യാസ് ബർണർ ഓഫ് ചെയ്ത് വെച്ചാ പോയത്. ഇത് ഓൺ ചെയ്ത് കത്തിച്ചപ്പോൾ കത്തി വെച്ചു പോയിട്ട് വെയിറ്റ് ഇടേണ്ട ആവി വന്നില്ല. നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നു ഓർത്ത് നോക്കിയപ്പോൾ കത്തണില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അടിയിൽ ഓഫ് ചെയ്തിട്ടായിരുന്നു. ഓൺ ചെയ്യാതെയാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും ഗ്യാസ് കത്താതിരുന്നത്. ഇപ്പൊ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ അറിഞ്ഞത് ഭാഗ്യായി. അല്ല അത് നോക്കൂ, ഇത്ര നേരമായിട്ട് വെയിറ്റ് ആവി വരാത്തപ്പോ എന്താന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. എന്ത് കഥ, എല്ലാം മറന്നു പോവാ. കപ്പയ്ക്ക് മധുരക്കിഴങ്ങിന് എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി തയ്യാറാക്കുക. ഈ ചമ്മന്തിയുടെ റെസിപ്പി എനിക്ക് തറവാട്ടിലെ ബേബിച്ചാച്ചനെ പറഞ്ഞു തന്നെ. നമ്മുടെ ദീപിച്ചാച്ചൻ, ദീപുവിന്റെ പപ്പ. ബേബിച്ചാച്ചനൊക്കെ പോയി ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടോ. അധികം എരിവുള്ളത് മുളക് എടുക്കണ്ട കേട്ടോ. ഇല്ല, എടുക്കണില്ല. എരിഞ്ഞു പോകുകയും. ചുമന്നുള്ളി, കാന്താരി മുളക്, പച്ചമുളക് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേർത്ത് നന്നായിട്ട് ചതയ്ക്കുക. അതിന് ശേഷം അത് പുറത്തേക്ക് എടുത്തിട്ട് വെളിച്ചെണ്ണയും ഉപ്പും ചേർക്കുക. പിന്നെ ഒരു സ്വല്പം വാളംപുളി പിഴിഞ്ഞ് ചേർക്കുക. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എരിവ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം നല്ല ചമ്മന്തി അത്. കപ്പയ്ക്കും മധുരക്കിഴങ്ങിനും ചേമ്പിനും ഒക്കെ നല്ലതാ. നല്ലതാ. കാച്ചിലിന് നമ്മള് തേങ്ങയിട്ടാ കാച്ചിൽ കഴിക്കണേന്നുള്ളു. ചേനയ്ക്കും കാച്ചിലിനും നമ്മള് തേങ്ങ ചേർക്കണം. ചമ്മന്തി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഉണ്ടാക്കാം. മധുരക്കിഴങ്ങിന് ഒന്നുകൂടി നല്ലതായിരിക്കും, കാരണം മധുരവും എരിവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ശരിയാ, അത് കുറച്ചും കൂടി ആസ്വാദികരമായിരിക്കും. കാന്താരി മുളകാ നല്ലത്. ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ബാക്കി കാന്താരി ഇട്ടിട്ടുണ്ട്. അധികം എരിവ് വേണ്ടല്ലോ എന്ന് കരുതിയ. അപ്പൊ നമ്മള് ഇതിലേക്ക് മാറ്റി ഉപ്പ്, വെളിച്ചെണ്ണ, വാളംപുളി ചേർക്കാണ് ഇനി ചേർക്കാനുള്ളത്. ആ എരിവ് കുറയ്ക്കാനാണ് പുളി ചേർക്കണേ. പുളി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. പുളി എടുത്തോണ്ട് വരാം. അങ്ങ് മാറ്റാം. കറി വളംപുളി ഇട്ട് ഞരടണതാട്ടോ, കൈ കൊണ്ട് ഞരടണതാണ്. നമുക്ക് മാറ്റാം. കൈ എരിയും. കൈയൊക്കെ എരിയും. കാന്താരി മുളകല്ലേ, ഇപ്പം എരിയും എന്തായാലും. വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചു, അത് പോരാ, കുറച്ചും കൂടി വേണം. ഇതില്ലെന്ന് തോന്നുന്നു, വരെ എടുത്തൊഴിച്ചു. അത് മതി മതി. ആ ഡാർക്ക് കളർ പുളിയുടെ കളറാട്ടോ. പുളിയുടെ കറുപ്പ് സാമ്പാർ പുളി. അങ്ങനെ നമ്മുടെ ചമ്മന്തി സെറ്റായി. മധുരക്കിഴങ്ങിൻ്റെ കൂടെയാണ് കേട്ടോ എനിക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഇത് തോന്നിയത്. കാരണം മധുരക്കിഴങ്ങിന് ചെറു മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയൊക്കെ കൂടി മഴയും ബാക്ക്ഗ്രൗണ്ട് വൈബും കൂടെ വന്നാലുണ്ടല്ലോ, സൂപ്പർ പൊളിയാട്ടോ. മഴക്കാലത്ത് ഇതുപോലെ ആവി പറക്കണത് കാണണം. എന്ത് രസാന്നറിയാത്. ഭയങ്കര ഫീലാ. ചൂടുകാലത്ത് ചൂടേന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം. അയ്യോ, ഇപ്പം മഴ വന്നപ്പോൾ നമുക്ക് മടുത്തൂല. അതെ, ചില കഷ്ണം വേവാനുണ്ടതാ. നല്ല ആവി പറക്കണം. ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. പുറത്തേക്ക് വയ്ക്കാം. നല്ല കോരിച്ചൊരിയണ മഴ, ആവി പറക്കണ മധുരക്കിഴങ്ങും ചമ്മന്തിയും. അന്തസ്. അതെ, സാറാമാൻറ്റി പറയുമ്പോൾ അന്തസ്. അതെ, സാറാമാൻറ്റി ഒക്കെ ഇപ്പൊ വേണ്ടതായിരുന്നു, നല്ല ഓർമ്മയോടുകൂടി. അയ്യോ, സാറാമാൻറ്റിയുടെ കുറെ വാക്കുകളുണ്ട് അങ്ങനെ. അതെ, ഞാൻ എപ്പോഴും ഓർക്കും പല കാര്യങ്ങളും. ആവി പറക്കണ മധുരക്കിഴങ്ങ് കണ്ടോ. അപ്പോൾ അതും നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിയും കൂട്ടിയാണ് ഇന്ന് മഴയെ ഞങ്ങൾ ബീറ്റ് ചെയ്യാൻ പോണത്. നല്ല തണുപ്പല്ലേ. ഇപ്പം ഈ കുളിരും തണുപ്പിനെയൊക്കെ ഞങ്ങൾ ഇന്ന് മറികടക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവനെ വെച്ചിട്ടാ അല്ലേ. അമ്മ ഇപ്പോൾ വരൂ കേട്ടോ.
അവിടെ നിന്ന് വരും ഇപ്പം. ഞാനപ്പോൾ കഴിക്കാൻ പോവാണേ. അമ്മ ഇപ്പുറത്തിരുന്ന് കഴിക്കണുണ്ട്. അപ്പം ഊണുമേശയില. അതെ 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 അതെ. അല്ല, നമ്മളൊരു മധുരക്കിഴങ്ങ് ഇങ്ങനെ എടുക്കുക, ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി കളിക്കുക. ഇച്ചിരി എടുത്താൽ മതി, എരിവുണ്ടാവും. കണ്ടോ, ഇപ്പൊ കണ്ടിട്ട് എനിക്ക് കൊതി വരണം കേട്ടോ. മധുരക്കിഴങ്ങ് ഇപ്പൊ എപ്പോഴും കഴിക്കാൻ തോന്നും. പിന്നെ മഴയൊക്കെയല്ലേ, കഴിക്കുവാട്ടാ. അത് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കിഴങ്ങ്. ഇപ്പം ചെറുപ്പത്തിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു മധുരക്കിഴങ്ങും. പക്ഷെ ഇപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ആഹാരത്തിൽ ഒന്നാണിത്. പിന്നെ ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമാണ്. കപ്പ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഫസ്റ്റ് ഇപ്പം മധുരക്കിഴങ്ങ്. ചമ്മന്തിക്ക് അധികം എരിവൊന്നും ഇല്ല കേട്ടോ. പുളി ചേർത്തോണ്ട് എരിവ് കറക്റ്റാ, ഒട്ടും കുത്തലെരിവില്ല. പുളി ചേർത്തും മാത്രമല്ല മുളകും കറക്റ്റായിരുന്നു. ചിലപ്പോൾ ഇച്ചിരി എരിവ് കൂടി പോകാറുണ്ട്. അത് കൃത്യമായിരിക്കൂല. ഇത് പക്ഷെ കറക്റ്റാ. ഇത്രയും മുളക് ഇട്ടാൽ മതി. കണ്ടോ, കറക്റ്റാ അത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഉണ്ടാക്കുമ്പോൾ അങ്ങ് ചെയ്യും. അല്ലാണ്ട് കൃത്യം അങ്ങനെയൊന്നും നോക്കിയൊന്നും ചമ്മന്തി ഉണ്ടാക്കാൻ നടക്കൂല. ചിലപ്പോൾ എരിവ് കൂടിപ്പോകും. അപ്പം നട്ട പാവല പന്തലേല് കേറി ഭംഗിയായിട്ട് നിപ്പുണ്ട്. ഈ അടച്ച മഴ കാരണം മൊത്തത്തിലൊരു ഇതാണല്ലേ. ഒരു പച്ചമുളകും ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് വന്നുണ്ട്. പിന്നെ ഗേറ്റിന്റെ അവിടെ 1-2 പച്ചമുളക് നിൽക്കണതും വലിയ കുഴപ്പമില്ലാതെ നിൽക്കണുണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ വെളുത്ത കാന്താരിയിൽ നിറച്ച് മുളകുണ്ടായിട്ടുണ്ട്. അപ്പറേ വാഴ കറിവേപ്പും തോട്ടത്തിന്റെ ആ ഭാഗത്തൊരു വെള്ളക്കാന്താരിയിൽ നിറച്ച് മുളക് കിടപ്പുണ്ട്. പിന്നെ പച്ചക്കാന്താരി അവിടെ നിൽക്കണതിൽ മുളക്, അത് നിങ്ങൾ എപ്പോഴും കാണുന്നതാ. മുളക് കൊണ്ടുവരണം പറിച്ചു കൂട്ടിയ പച്ചക്കാന്താരി അത്ര ആരോഗ്യം ഇല്ലാതെയാ നിൽക്കണം, അത് പോവില്ല. പക്ഷെ ഇനിയിപ്പോൾ അത് പിടിച്ചു വന്നാം. അപ്പൊ കർക്കിടക അല്ല ഞാറ്റുവേല അല്ലേ, ഞാറ്റുവേലക്ക് നട്ടതാ. അപ്പൊ അതേ ഞാൻ നട്ട പനിക്കൂർക്ക കണ്ടോ ഗ്രോ ബാഗിലെ, അതും പിടിച്ചോ. നന്നായിട്ട് നിപ്പുണ്ട്. കാലാവസ്ഥയുടെ ഇതുകൊണ്ട് അധികം കൃഷി ചെയ്തിട്ടില്ല ഇത്തവണ. പറമ്പിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒന്നാമത് ഒരാഴ്ച അടുപ്പിച്ചങ്ങ് മഴ വന്നാൽ പിന്നെ മഴയില്ല. അപ്പൊ അങ്ങനെ അടുപ്പിച്ച് മഴ വരുമ്പോ കംപ്ലീറ്റ് ചീഞ്ഞു പോകുന്നുണ്ട് പലതും. നമ്മുടെ അപ്പയുടെ റെഡ് ലേഡി ആ പപ്പായ പോയി. 2 പപ്പായ അതിൽ കിടപ്പുണ്ട്. അത് കറക്കി മിക്കവാറും പറിച്ചെടുക്കേണ്ടി വരും. കൂമ്പ് ചീഞ്ഞു എന്ന് തോന്നണതേ, ഒരാഴ്ചയായി വാടിയിട്ട്. അത് പോകും. 2 കിടപ്പുണ്ട്. 2 ഉണ്ട്. ഞാൻ നട്ട സാപ്ലിങ് കണ്ടോ? അത് കണ്ടു. ഇത് മാത്രം ആകെ പിടിച്ചിട്ടുണ്ട്. അതെ 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 അതെ. മഴ കാരണം വേറൊന്നും മുളച്ചിട്ട് കൂടിയില്ല. എന്തൊരു കഷ്ടാ. ഇനിയിപ്പം ഞങ്ങള് കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ അന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ അമ്മൂമ്മ മരിച്ചു പോയായിരുന്നു. സുഖമില്ലാതെ 6-7 മാസമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തീരെ വയ്യാതെ ആയായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏജ് 86 വയസ്സല്ലേ, 86 വയസ്സ്. അപ്പം കർക്കിടകവാവിൻ്റെ അന്ന് തലേദിവസം വൈകിട്ട് സന്ധ്യയ്ക്ക് മരിച്ചു. വാവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ശവസംസ്കാരവും കഴിഞ്ഞു. അപ്പം ഞാൻ ഈ നടക്കാൻ പോകുമ്പോൾ വന്ന കാലം മുതലേ അടുപ്പമുള്ളതാണ് ആ വീടുകളും ഒക്കെ ആയിട്ട്. പണ്ട് മുതലേ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ അവിടം വരെയും പോയി മിണ്ടി പറഞ്ഞു വെച്ച് പോരും. അമ്മൂമ്മനെ കയറി കാണുകയും ചെയ്യും. ഇപ്പം അമ്മൂമ്മ മരിച്ചു പോയി, ഇതെല്ലാം കഴിഞ്ഞു. എന്നാലും ഞാൻ വൈകുന്നേര സമയത്തൊന്നും നടക്കാനും പോകും. അപ്പം അവരുടെ മകനും കുടുംബമൊക്കെ അവിടെ താമസിക്കണം. അപ്പം ഞങ്ങൾ വെറുതെ അവിടെയൊന്ന് പോയേച്ച് വരാമെന്ന് ഓർത്ത്. അപ്പം ഇവളും ഇവിടെ ഉണ്ടല്ലോ, പോയി ഇന്നിപ്പോൾ ഹോളിഡേയും അല്ലേ, അപ്പം പോയി അവിടെയൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാമെന്ന് ഓർത്തിരിക്കുവാണ്. പിന്നെ നമ്മൾ മരണം ഇരുന്നതാണ്. കാരണം 7 മാസത്തോളമായി കട്ടിലിൽ തന്നെ ഫുൾ കിടപ്പായിരുന്നു. അവർ ഭക്ഷണമൊക്കെ ഇങ്ങനെ കോരി കൊടുത്തോണ്ടായിരുന്നേ. നല്ല ഭംഗിയായിട്ട് ശുശ്രൂഷിച്ച് നല്ലൊരു മരണവും കിട്ടി കേട്ടോ. സന്ധ്യയ്ക്കാണ് മരിക്കണത്, ബുധനാഴ്ച. വ്യാഴം ശവസംസ്കാരവും കഴിഞ്ഞു. അപ്പം നമുക്ക് പോയേച്ച് വരാം. എന്നാ ബാ. ഈ ഭാഗത്തു നിന്നാ കേട്ടോ. നല്ല മഴയാ. തോർന്നിട്ടില്ല അതൊക്കെ ഒന്ന് ചാർന്നേ ഉള്ളൂ. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നോണ്ട് വെള്ളം ഒഴുകി പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, വഴിയിക്കട കണ്ടത്തിലേക്ക്.
ഫുൾ മഴയും അതുപോലെ മരങ്ങളും ചെടികളും ഒക്കെ കാരണേ ഇങ്ങനെ വിറയ്ക്കണ തണുപ്പാ ഇപ്പൊ ഇവിടെ. മഴ എങ്ങനെയുണ്ട്? മഴ മഴ തുടങ്ങിട്ടോ. ആ മഴ മാറിയിട്ട്. അയ്യോ മഴയില്ലേ, നല്ല മഴ. ഞാൻ കുളിച്ചു ഈ മഴയത്തോ? ആ മഴ നോക്കിയിരുന്ന കുളി നടക്കണ്ടേ? തണുത്ത വെള്ളത്തിലാണോ കുളി? അല്ല, ചൂടുവെള്ളത്തില്. പുതിയ നൈറ്റി മെറ്റ് ആണല്ലോ, ട്യൂലിപ്പ് പൂക്കൾ അന്ന് മേടിച്ചതല്ലേ? അന്ന് മേടിച്ച പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാതെ വേറെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്നും എപ്പോഴും എപ്പോഴും എടുക്കൂല. ഇല്ല, ഇതുള്ളതില് വിലയുള്ള 140 അങ്ങനെ എന്തോ ആയിരുന്നു പെർ മീറ്റർ അല്ലേ? ആ ഇത് വെട്ടുകാട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പല കളറും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നല്ല ഭംഗിയാട്ടോ. പല കളറിന്റെ ഉണ്ടോ? ആ വേറൊരു കളറും കൂടെ ഞാൻ കണ്ടായിരുന്നു. ഓ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ പോയപ്പോ ഞാൻ നോക്കി ആ ഡോട്ട് മേടിച്ചപ്പോ. ഇത് നല്ല രസമുണ്ട്. ഇനി മഴ പിടിക്കുമ്പോ മാറി മാറി ഇടണമല്ലോ, അത് കാരണം സ്റ്റോക്ക് വെച്ചേക്കണതാ.